ഇന്ത്യയുടെ കൺമുന്നിൽ ചൊവ്വ. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ നമ്പിനാരായണൻ, ഡോക്ടർ രാജഗോപാൽ കാമത്ത്, പ്രൊഫസർ കെ ശ്രീധരൻ. പ്രൊഫസർ ശ്രീധരൻ, ഞാൻ ചോദിച്ചത് ഡോക്ടർ നമ്പിനാരായണൻ പറഞ്ഞത് ഇതിലൊരു കാര്യം, ഈ ചന്ദ്രനിൽ ഇറങ്ങി പര്യവേഷണം നടത്താനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് ഒരു ഉപഗ്രഹത്തെ എത്തിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. പക്ഷേ ഇനി കൂടുതൽ കേന്ദ്രീകൃതമാക്കണം, ലക്ഷ്യം കേന്ദ്രീകരിക്കപ്പെടണം. എന്താണ് ആവശ്യം? ബഹിരാകാശത്ത് അന്യഗ്രഹത്തിൽ ഷെൽട്ടർ തേടുകയാണോ, അതല്ല വ്യാവസായിക ആവശ്യങ്ങളാണോ രാജ്യത്തിനുള്ളത്? ആ രീതിയിൽ രാജ്യം കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ട അനിവാര്യതയെക്കുറിച്ച് ഡോക്ടർ നമ്പിനാരായണൻ പറയുന്നു. താങ്കൾ എന്ത് ചിന്തിക്കുന്നു, പ്രൊഫസർ ശ്രീധരൻ? ഇപ്പോഴേ ബഹിരാകാശവും കടന്ന് ചൊവ്വയിലേക്ക് നമ്മുടെ ഉപഗ്രഹം എത്തിയെന്നുള്ളത് നമുക്കെല്ലാവർക്കും, എല്ലാ ഭാരതീയനും 100 കോടി ജനങ്ങൾക്കും സന്തോഷിക്കാവുന്നതാണ്, അഭിമാനിക്കാവുന്നതാണ്. പക്ഷേ ഈ ഘട്ടം നമ്മൾ ഇനി മുന്നോട്ട് കാണേണ്ടത് ഇവിടെ നിന്ന് ഇനി നമ്മൾ എങ്ങോട്ടാണ് നമ്മുടെ യാത്ര എന്നുള്ളതാണ്. ചൊവ്വയിൽ ഒരു മനുഷ്യനെ എത്തിക്കുക എന്നുള്ളത് ഒരു അന്തിമ ലക്ഷ്യമായി കാണലാണോ, അതിലുപരിയായി ഇപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുന്ന ഈ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ അതിൽ നിന്ന് ഇനിയും നമ്മൾ കുറേയേറെ മുന്നോട്ട് പോകാനുണ്ട്. ഇനി അങ്ങോട്ട് പോകാനുള്ളത് ഒരു പക്ഷേ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ കഴിയുന്ന വിധത്തിലുള്ളതായിരിക്കാൻ ഇടയില്ല. കാരണം അതിലും കൂടുതൽ സങ്കീർണതയും കൂടുതൽ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഒന്നായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഒരു നേതൃത്വം കൊടുക്കാവുന്ന രീതിയിൽ അതിനുള്ള സാങ്കേതിക മികവ് നമ്മൾ കാട്ടിക്കഴിഞ്ഞു. അതിനുള്ള ആത്മവിശ്വാസം നമുക്കിപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള വിശ്വാസ്യത നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏഷ്യൻ രാജ്യങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു ഏഷ്യൻ സ്പേസ് ഏജൻസി എന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ രാജ്യങ്ങൾ കൂടി ചേർന്നുകൊണ്ട്, യൂറോപ്യൻ സ്പേസ് ഏജൻസി പോലെ തന്നെ രാജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയൊരു സംരംഭം, സ്പേസ് എക്സ്പ്ലോറേഷന് ഇനി വേണ്ടത് ഇൻ്റർനാഷണൽ കോഓപ്പറേഷനാണ്. ഈ രംഗത്തെ ഇനി വീണ്ടും വ്യവസായികൾക്ക് മാറ്റിക്കൊടുക്കുക എന്നുള്ളതായിരിക്കരുത്. മാനവരാശിയുടെ പൊതു സ്വത്താണ് നമ്മുടെ സ്പേസ്. അപ്പോൾ ആ നിലക്ക് കണ്ടുകൊണ്ട് തന്നെ ഈ സ്പേസ് എക്സ്പ്ലോറേഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിജയത്തെ ഇനി അങ്ങോട്ട് മുന്നോട്ട് വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകാണ്ട് മാനവരാശിക്ക് മുഴുവൻ ഈ സ്പേസ് എക്സ്പ്ലോറേഷനിലൂടെ നമുക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാൻ കഴിയും, എത്ര വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് നോക്കണം. നമുക്ക് വേണ്ടത്, വളരെ പ്രധാനമായി നമുക്ക് വേണ്ടത്, ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലുള്ള ജനവിഭാഗത്തിൻ്റെ നിത്യജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, കൂടുതൽ ശാസ്ത്രപൂരിതമാക്കാൻ എങ്ങനെ ഈ ഗവേഷണം സഹായിക്കും എന്ന കാര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. വാസ്തവത്തിൽ ഇന്ത്യ എത്രയോ സാങ്കേതികമായി വളരെയേറെ മികവുണ്ടെങ്കിലും ഇന്ത്യ ഇന്നും വളരെയേറെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു രാജ്യമാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്തരത്തിലുള്ള വലിയ ഗവേഷണങ്ങൾ ചെയ്യരുതെന്നല്ല, കൂടുതൽ ഗവേഷണത്തിലേക്ക് പോകണം. പക്ഷേ ആ ഗവേഷണത്തിൻ്റെ നേട്ടം ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് കിട്ടത്തക്ക വിധത്തിൽ ഏത് രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നതിനെക്കുറിച്ചുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് ചൊവ്വയെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ ഈ ശാസ്ത്രീയമായി ഇതൊക്കെ തന്നെ പറയുമ്പോഴൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ചൊവ്വയെക്കുറിച്ച് ഇന്നുള്ള ധാരാളം ധാരണകളുണ്ട്. ഈ ധാരണകളൊക്കെ തന്നെ നമ്മുടെ ശാസ്ത്രബോധത്തെ, ശാസ്ത്രീയമായി ചിന്തിക്കുന്നതിനുള്ള നമ്മുടെ കഴിവിൻ്റെ വല്ലാത്ത ഒരു താഴ്ചയാണ്, ഇകഴ്ത്തലാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. ചൊവ്വയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ, ചൊവ്വയെക്കുറിച്ച് മാത്രമല്ല സൗരയൂഥത്തിലെ ഓരോ ഗ്രഹത്തെക്കുറിച്ചും, അതുമാത്രമല്ല നമ്മൾ ഗാലക്സിയെക്കുറിച്ചും അതിനപ്പുറത്തുള്ള ഇതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ ജനസമൂഹത്തിൻ്റെ അറിവിൻ്റെ ഭാഗമാക്കണം, അവരുടെ ചിന്തയുടെ ഭാഗമാക്കണം, അവരുടെ ശാസ്ത്രബോധത്തിൻ്റെ ഭാഗമാക്കണം. അതിനെന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. സാങ്കേതിക മികവോടൊപ്പം തന്നെ ഈ ശാസ്ത്രബോധത്തിൻ്റെ മികവിൻ്റെ വളർച്ച എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൂടി ആലോചിക്കുമ്പോഴേ ഈ ദൗത്യം പൂർണ്ണമായി വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. യെസ്, ഡോക്ടർ നമ്പിനാരായണൻ, നാസ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, മേവൻ മോമുമായി ചേർന്ന് ചൊവ്വയുടെ അപ്പർ അറ്റ്മോസ്ഫിയർ സംബന്ധിച്ച പഠനം നടത്തുമെന്ന്. ഇന്ത്യയുമായി സഹകരിക്കാൻ പല രാജ്യങ്ങളും താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഇതിൽ ഈ രാജ്യാന്തര സഹകരണം ഇത് എത്രത്തോളം പ്രസക്തമാണ്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു ഇന്ത്യയുടെ നേതൃത്വത്തിൽ, ഇസ്രോയുടെ നേതൃത്വത്തിൽ ഒരു ഏഷ്യൻ സ്പേസ് ഏജൻസി, അതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? അത് അനിവാര്യമാണോ, ഡോക്ടർ നമ്പിനാരായണൻ? കുറേ കാലത്തിന് മുമ്പേ എൻ്റെ ഡ്രീം ആണ് ഏഷ്യൻ സ്പേസ് ഏജൻസി ഇൻ ലൈൻ വിത്ത് ഈസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി. പക്ഷേ അവിടെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളും ചൈനയും അല്ലെങ്കിൽ ജപ്പാനും ആണ് ഇതിനകത്തുള്ള ലീഡ് മെമ്പേഴ്സ്. ഇവർ തമ്മിൽ ശരിയായി വരുമോ, പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഉള്ള സ്ഥിതിക്ക് അത് നോക്കണം. അത് ഒന്ന്. ബില്ലുണ്ടെങ്കിൽ അതിനകത്ത് ഒരു വഴി ഉണ്ടാക്കാം.
പക്ഷേ അത് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. ഞാൻ വേറെ 1-2 റിയാക്ഷൻസ് ഇവിടുത്തെ നമ്മുടെ സഹാക്കൾ ഇവിടെ പറഞ്ഞതിൻ്റെ we are not trying to do something like a tourism to Mars and Venus. അതൊരു ഷോർട്ട് ടേം ഗോൾ. കുറേ ആൾ വരും പോവും. See, please apply your mind. I again repeat, as far as satellites are concerned, we have an application. We have an application nationally and we can make use of it. There is no problem. There is no question about it. But on the outer space, it is not problematic to India alone. It is a requirement for the entire world. അതിനകത്ത് ഫോർ എക്സാമ്പിൾ പൈസ ഉള്ളവർ കളിക്കട്ടെ, നമ്മൾ കൊണ്ട് വാച്ച് ചെയ്യാം. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ PSLVയുടെ സെക്കൻഡ് സ്റ്റേജ് വർഷങ്ങളുടെ മുമ്പ് ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു റൂളുണ്ട് നമുക്ക്. അതായത് വി കനോട്ട് ഫ്ലൈ എ മെറ്റീരിയൽ ബിഫോർ ഗെറ്റിംഗ് ഇറ്റ് ടെസ്റ്റഡ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ടെസ്റ്റ് ചെയ്യാത്ത ഒരു സാധനവും ഫ്ലൈ ചെയ്യാൻ പാടില്ല. ഇതാണ് റൂൾ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ഫോർ വിച്ച് ഐ വാസ് എ പ്രോജക്ട് ഡയറക്ടർ. അവിടുത്തെ ഒരു നാസിൽ, ആ നാസിൽ ഈസ് കോൾഡ് ബെൽ ഷേപ്പ് നാസിൽ. നല്ലൊരു ബ്യൂട്ടിഫുൾ നാസിലാണ്. അത് ടെസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് കണ്ടീഷനിൽ ടെസ്റ്റ് ചെയ്യണം. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫെസിലിറ്റി വേണം. അത് ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം ഒരു 100 കോടി രൂപ ചിലവാകും. ഒരു 3 to 4 years സമയം ചിലവാക്കണം. സോ ദ ക്വസ്റ്റ്യൻ ഇൻ ഫ്രണ്ട് ഓഫ് മീ വാസ്, അത് വേണോ അല്ലെങ്കിൽ whether we can take a shortcut justifying in some manner, basically because others have done it. അവർ ചെയ്തിട്ടുള്ള അതേ മെത്തേഡിലാണ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ കൊണ്ട്. The question is, see, in this race, time is the essence of the problem. You cannot take indefinite time to achieve a goal. You have to compete and then അപ്പോൾ ഞാൻ ഒരു ഡിസിഷൻ എടുത്തു. That decision was fully supported by the chairman ISRO, Professor Dhawan, and subsequently Professor Rao. So we decided to fly it without creating that facility. The net gain is 3 years and 100 crores. So what I'm trying to say is that wherever possible we have to take a sensible decision. We are not here to educate the entire world. നമ്മൾ ആ privilege നമുക്കില്ല. We are not so rich, oozing out with money to learn what is happening in Venus, what is happening in Jupiter, what is happening in Mars. We are here to take care of our own people. നമ്മുടെ കൊലീഗ് പറഞ്ഞതുപോലെ our own downtrodden people. In the process, we are trying to see how best we can make use of our ability and intelligence. അങ്ങനെ വരുമ്പോൾ എൻ്റെ അഭിപ്രായം വളരെ സ്ട്രോങ് ആണ്. ഞാനിത് ലൈറ്റായിട്ടൊന്നും പറയുന്നില്ല. We must wait for others to take the lead in some way. But at the same time, we must do the so-called technologies. നമുക്ക് ആവശ്യമുണ്ടാവും പിന്നീട് എന്ന് തോന്നുന്ന ടെക്നോളജി. ഐ അഗൈൻ റിപ്പീറ്റ്, 1, how to land in a planet. 2, how to go and reach a planet. 3, how to send a human being and bring him back. ഇതുപോലത്തെ ഐഡൻറ്റിഫൈഡ് ടെക്നോളജിക്ക് വേണ്ടി ലിമിറ്റഡ് പൈസ ചിലവാക്കി വെയിറ്റ് ചെയ്യുക, അതാണ് ബുദ്ധി. പിന്നെ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ഒരു മീനിങ് ഫുള്ളായിട്ട് ഒരു പ്രോജക്റ്റിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോവുക. ഇതാണ് വേണ്ടത്. ഇതല്ല നമുക്ക് we are going to take, somebody asked me, what do you say, you will get the pictures with a higher resolution of Mars. Fantastic, കിട്ടും. ആ പിക്ചർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് വീട്ടിലേക്ക് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാം. അത് കണ്ടുകൊണ്ടിരിക്കാം ദിവസം. ചൊവ്വാഗ്രഹത്തിൻ്റെ നല്ല ക്ലോസപ്പ് ഫോട്ടോഗ്രാഫ്. And I am not mocking at people. I am saying, let us understand what we are trying to do. So, what is the ultimate aim എന്നുള്ളതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൻസർ ആവശ്യമാണ്. അതിൻ്റെ ആൻസർ കിട്ടാത്തവരെ നമ്മൾ എന്ത് ചെയ്താലും ഇറ്റ് ഈസ് നോൺസെൻസ് ആൻഡ് ഇറ്റ് വോണ്ട് ബി അക്സെപ്റ്റബിൾ ആൻഡ് ഇറ്റ് വിൽ ബി ക്രിട്ടിസൈസ്ഡ് ബൈ ദ എഡ്യൂക്കേറ്റഡ് കമ്മ്യൂണിറ്റി ഓഫ് ദിസ് കൺട്രി. ഇതിൽ എനിക്ക് ക്ലിയർ ആണ്. പക്ഷേ ഇത് തന്നെ വേണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നടക്കുമെന്നോ ഞാൻ പറയുന്നില്ല. യെസ്, വ്യക്തമാണ്. ഡോക്ടർ രാജഗോപാൽ കാമത്ത്, ഡോക്ടർ നമ്പിനാരായണൻ അദ്ദേഹം പറഞ്ഞ പോയിന്റിൽ തന്നെ വളരെ ശക്തമായി ഉറച്ചു നിൽക്കുകയാണ്. വളരെ സെൻസിബിളായിട്ടുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ, അതിലെത്തപ്പെടാത്തിടത്തോളം കാലം ലെറ്റ് അതേഴ്സ് ടേക്ക് ദ ലീഡ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ സാങ്കേതിക വിദ്യകൾ എന്തിന് യഥാർത്ഥത്തിൽ അന്തിമമായി ഏത് ലക്ഷ്യത്തിന് വേണ്ടി പ്രയോഗിക്കപ്പെടണം എന്ന് തീരുമാനിക്കപ്പെടുന്നത് വരെ
ലെറ്റ്സ് വെയിറ്റ്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ 100 കോടി വരുന്ന സാധാരണക്കാർ, ദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ ഉന്നമനവും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് ആ രീതിയിലൊരു കാത്തിരിപ്പ് അനിവാര്യമാണ് എന്നുള്ളതാണ്. അവിടെയാണ് ഡോക്ടർ രാജഗോപാൽ കാമത്ത് നേരത്തെ പറഞ്ഞ ടെക്നോളജിക്കൽ സാങ്കേതികമായി നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടി വരുന്നത്. എന്ത് പറയുന്നു, എങ്ങനെ ചിന്തിക്കുന്നു ഡോക്ടർ കാമത്ത്? നമ്മുടെ സ്പേസ് ഏജൻസിയുടെ പേരെന്താണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. അത് ഗവേഷണ സ്ഥാപനമാണ്. ഗവേഷണ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തണം. നമ്മൾ 1960കളിൽ ഈ രീതിയിൽ ചിന്തിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും സാധ്യമാകത്തില്ലായിരുന്നു. നമുക്ക് അന്ന് നല്ല വിഷണറീസ് ഉണ്ടായിരുന്നു. നമുക്ക് ആ വിഷണറീസിൻ്റെ കുറവിന്നുണ്ട് ഉണ്ട്. ആ വിഷണറീസിൻ്റെ കുറവാണ് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത്. ആ വിഷൻ്റെ കുറവാണ്. നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ളൊരു വിഷൻ വേണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ സാധ്യമാകത്തുള്ളൂ. മറ്റുള്ളവർക്ക് ലീഡ് എടുക്കാമായിരുന്നല്ലോ. നമുക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാമായിരുന്നല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സിന് സ്വന്തമാക്കത്തില്ലായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഗ്രികൾച്ചറിനും മറ്റ് ആവശ്യങ്ങൾക്കും ഡിഫൻസിനുമായിട്ടാണ് ആദ്യത്തെ കാര്യങ്ങൾ വികസിപ്പിച്ചത്. നമ്മൾ വളരെ മുൻപന്തിയിലെത്തി. ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത്, ചെറിയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണ രംഗത്ത് നമ്മൾ വളരെ മുൻപന്തിയിലാണ്. ഇനിയിപ്പോൾ GSLVയുടെ ശക്തി കൂടിയ റോക്കറ്റുകൾ വികസിപ്പിച്ച് നമ്മൾ വലിയ ഉപഗ്രഹങ്ങൾ കൂടി ഭ്രമണപഥത്തിൽ എത്തിക്കാൻ നോക്കും. അത് രണ്ടാമത്തെ ഘട്ടമാണ്. അതായത് ആദ്യത്തെ ഘട്ടം ഡിഫൻസിനും ഈ സിവിലിയൻ ആവശ്യങ്ങൾക്കായിട്ടുള്ളതാണ്. മൂന്നാമത്തെ മാത്രമാണ് ഇതൊരു ബോണസാണ്. ഈ സയൻറ്റിഫിക് ഒബ്സർവേഷൻ സാറ്റലൈറ്റ്സും ഇതുപോലുള്ള സ്പേസ് ക്രാഫ്റ്റ്സും ഒക്കെ ബോണസാണ്. അതൊരു പ്രധാനപ്പെട്ട അജണ്ടയെ അല്ല. ഇതൊരു ബോണസായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബോണസാണ്. ഇതിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഭാവിയിലേക്കുള്ള അറിവ് സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും ടെക്നോളജി ആരും തന്നിട്ടില്ല. ഇന്ന് നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെ ടെക്നോളജി സ്വന്തമായി വികസിപ്പിച്ചതാണ്. PSLVയുടെ ടെക്നോളജി സ്വന്തമായിട്ട് വികസിപ്പിച്ചതാണ്. GSLVയുടെ ക്രയോജനിക് എഞ്ചിൻ വളരെ പാടുപെട്ട് വികസിപ്പിച്ചതാണ്. അപ്പോൾ ഇവിടെ തന്നെ വികസിപ്പിച്ചതാണ്. അപ്പോൾ ശരിക്കും ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടാകുന്ന കാലം വരെ നമ്മൾ ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് ഫലപ്രാപ്തിയിലെത്തിക്കുകയും ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. നമ്മൾ അന്നൊരു കുറേ സൗണ്ടിങ് റോക്കറ്റുകൾ അയച്ചു, പിന്നെ മിണ്ടാതിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ രീതിയിൽ എത്തില്ലായിരുന്നു. നമുക്ക് SLVയോ PSLVയോ ASLVയോ GSLVയോ ഉണ്ടാകത്തില്ലായിരുന്നു. നമ്മൾ ശരിക്കും നല്ല വിഷനോട് കൂടി വേണം പ്രവർത്തിക്കാൻ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഇപ്പോൾ സപ്ലൈസ് എത്തിക്കുന്നത് നാസയുടെയോ റഷ്യയുടെയോ റോക്കറ്റുകളല്ല. പ്രൈവറ്റ് സ്പേസ് ഏജൻസിയായ ഫാൽക്കണിൻ്റെ റോക്കറ്റുകളാണ് ഇപ്പോൾ സപ്ലൈസ് എത്തിക്കുന്നത്. അവിടെ മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും എത്തിക്കുന്നത് പ്രൈവറ്റ് സ്പേസ് ഏജൻസീസാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് സ്പേസ് ഏജൻസിയെ ആശ്രയിക്കുന്നുണ്ടല്ലോ. നാസ പോലെയുള്ള ഏജൻസികളും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അതിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളും. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് ഒഴിവാക്കി നിർത്താൻ പറ്റത്തില്ല. ഇന്ത്യയുടെ ശരിക്കും സ്പേസ് ഒരു എൻ്റർപ്രണർഷിപ്പ് അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ആൻഡ്രിക്സ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ISROയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു സ്ഥാപനം, അത് ഈ കഴിഞ്ഞ PSLVയുടെ 5 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ചു. ഏതാണ്ട് 1000 കോടി രൂപയോളം അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി. അത് ഒരു വാണിജ്യാടിസ്ഥാനത്തിനാണല്ലോ. നമ്മൾ ശരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ആലോചിച്ച് പദ്ധതികൾ രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ഗ്രഹാന്തര ദൗത്യങ്ങളുടെ കാലമാണ് വരുന്നത്. ഗ്രഹാന്തര ദൗത്യങ്ങളുടെ കാലമാണ്. അതിനുള്ള വിഷൻ നമുക്ക് ഇപ്പോഴേ വേണം. അതിനുള്ള പദ്ധതികൾ നമുക്ക് തയ്യാറാക്കണം. ISRO ചെയർമാൻ പറയുകയുണ്ടായി, നമുക്കിനി സൂര്യനെ ഒബ്സർവ് ചെയ്യാനായിട്ടുള്ള ദൗത്യമാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും നേടാനില്ല. പക്ഷേ ഭാവി തലമുറകൾക്ക് വേണ്ടി തീർച്ചയായിട്ടും നമുക്കത് വേണം. ഭാവി തലമുറകൾക്ക് വേണ്ടി ഇത്തരം അറിവുകൾ നമുക്ക് സമ്പാദിക്കണം. നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ശരിയായ ഒരു വിഷൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തി അറിവ് ശേഖരിക്കുക എന്നുള്ളതാണ്. അത് മാനവരാശിക്ക് ഇന്നോ നാളെയോ അല്ലെങ്കിൽ 1000 വർഷം കഴിഞ്ഞോ പ്രയോജനപ്പെടും. അത് ഇപ്പോൾ ജലം സ്ഥിരീകരിച്ചു. നമ്മളെന്തിനാണ് ചന്ദ്രയാൻ അയച്ചത്? വെറുതെ അല്ലല്ലോ. ആ ഒരു കോസ്റ്റ് സഹിക്കാനുള്ള ശേഷി നമുക്കില്ല. പക്ഷേ എന്നിരിക്കലും ചന്ദ്രയാൻ അയച്ചു. വലിയൊരു വിവരം നമുക്ക് കിട്ടി. അതായത് അവിടെ ജല സാന്നിധ്യമുണ്ട്. അതുവഴി നമുക്ക് ഭൂമിയുടെ പരിണാമത്തിനെക്കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ചൊവ്വയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൻ്റെ തന്നെ ഒരു പരിണാമത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ബോണസായിട്ട്, അതായത് നമുക്ക് ഒക്ടോബർ 19-ാം തീയതി ഒരു വാൽനക്ഷത്രം അതിലേ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ആ ഭ്രമണപഥത്തിലുണ്ട്. ഭ്രമണപഥത്തിൽ നമുക്ക് ചിത്രങ്ങൾ എടുക്കാം. നല്ലൊരു ക്യാമറ ഉണ്ട്, നമുക്ക് ചിത്രങ്ങൾ എടുക്കാം. മീഥേൻ സെൻസർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. അത് വെച്ച് നമുക്ക് കോമറ്റിൻ്റെ ടെയിലിൻ്റെ മീഥേൻ ഉണ്ടോ എന്ന് നോക്കാം. ദെൻ എക്സോസ്ഫിയർ നോക്കുന്ന ഒരു ഉപകരണമുണ്ട്. അത് വെച്ച് അതിൻ്റെ ടെയിലിൽ എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള കണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം. അതൊരു ബോണസാണ്.
അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. സൗരയൂഥത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും. അതുപോലെയുള്ള ഗ്രഹാന്തര സ്പേസിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രഹാന്തര സ്പേസ് ഞാൻ ഉദ്ദേശിച്ചത് ഔട്ടർ സോളാർ സിസ്റ്റം സ്പേസ്, ഊട്ട് ക്ലൗഡ് പോലെയുള്ള പ്രദേശങ്ങളുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ടുള്ള ചാൻസ്. അത് അറിവുകളാണ്. ശാസ്ത്രത്തിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അറിവുകൾ സമ്പാദിക്കുക എന്നുള്ളത്. അത് ആവശ്യവുമാണ്. പ്രൊഫസർ ശ്രീധരൻ, ഈ ഇന്ത്യയുടെ ഒരു പ്രയോറിറ്റീസ് നോക്കുകയാണെങ്കിൽ, മുൻഗണനകൾ നോക്കുകയാണെങ്കിൽ, കേന്ദ്ര ബജറ്റ് തന്നെ എടുക്കാം. പ്രതിരോധ മേഖലയ്ക്ക് നീക്കിവെക്കുന്ന തുകയുടെ എത്രയോ വളരെ കുറവാണ് ബഹിരാകാശ ഗവേഷണ രംഗത്തിനായി നീക്കിവെക്കുന്നത്. പക്ഷേ ഈ ഡോക്ടർ നമ്പിനാരായണൻ പറഞ്ഞതിനോട് എങ്ങനെയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി, ഇന്ത്യ സെറ്റ് ചെയ്തിരിക്കുന്ന മുൻഗണനകളുടെ കൂടി പശ്ചാത്തലത്തിൽ താങ്കൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് പ്രൊഫസർ ശ്രീധരൻ? ഇപ്പോഴേ ഇന്ത്യയിൽ ശാസ്ത്ര ഗവേഷണങ്ങൾ നടക്കുന്നത്, ശാസ്ത്ര ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യൻ ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന തുകയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യ ശാസ്ത്ര ഗവേഷണം നൽകുന്ന പ്രയോറിറ്റി നോക്കുകയാണെങ്കിൽ വളരെ വളരെ പിറകിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയും ഈ രംഗത്ത്, ശാസ്ത്ര ഗവേഷണ രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോകാനുണ്ട്. ഇന്നത്തെ ശാസ്ത്ര ഗവേഷണം എന്ന് പറഞ്ഞാൽ നാളത്തെ സമൂഹത്തിൻ്റെ സൃഷ്ടിക്കുള്ള പ്രവർത്തനമാണ്, നാളത്തെ ടെക്നോളജിക്കുള്ള പ്രവർത്തനമാണ് ഇന്നത്തെ ശാസ്ത്ര ഗവേഷണം. അതുകൊണ്ട് നാളത്തെ ടെക്നോളജി ആണ് ഇന്നത്തെ ശാസ്ത്ര ഗവേഷണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്ത് ഇന്നത്തെ ഇന്ത്യയുടെ മുൻഗണനകൾ വളരെ വളരെ പിറകിലാണുള്ളത്. ഒരുപക്ഷേ ISROന് സ്പേസ് റിസർച്ചിന് വേണ്ടി അല്പം പണം മാറ്റി വെക്കുന്നുണ്ടായിരിക്കാം, ന്യൂക്ലിയർ റിസർച്ചിന് വേണ്ടി അല്പം പണം മാറ്റി വെക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ഗവേഷണ കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോഴേ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് നോക്കിയാൽ എപ്പോഴും നമ്മൾ കാണാം വളരെ വളരെ മറ്റേത് രാജ്യത്തോടും വികസിത രാജ്യത്തോടും താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി വളരെ പിറകിലാണുള്ളതെന്ന് കാണാം. അത് വളരെയേറെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ശാസ്ത്ര ഗവേഷണം നടന്നെങ്കിൽ മാത്രമേ നാളത്തെ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ് ഇവിടെ നടക്കുന്ന ഇത്തരം ഗവേഷണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നേട്ടം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ നേട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സാങ്കേതിക മികവ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഗവേഷണത്തിൻ്റെ ഈ പരീക്ഷണത്തിന് ഇപ്പോൾ നടന്നിരിക്കുന്ന ഇന്നത്തെ ചരിത്ര വിജയത്തിൻ്റെ പുറകിലുള്ള മറ്റൊന്ന് സാങ്കേതിക മികവിൻ്റെ നേട്ടം ആണ് എന്നതിനേക്കാൾ ഉപരിയായി ഇന്ത്യക്ക് സ്വതന്ത്രമായി ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയുള്ള ടെക്നോളജി ആയാലും ശരി, അല്ലെങ്കിൽ ഇതിൻ്റെ ആസൂത്രണമായാലും ശരി. കാരണം മംഗൾയാനിൻ്റെ എല്ലാ ആസൂത്രണവും സമ്പൂർണ്ണമായി ഇൻഡിജിനിയസ് ആണ്, നമ്മുടേതാണ്. മറ്റുള്ളവർ ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ മുന്നോട്ട് പോയത്. നമുക്ക് നമ്മുടേതായ ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പണം വളരെ കുറച്ചേ ഉള്ളൂ, ഉള്ള പണം വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള പണം, വളരെ പരിമിതമായുള്ള പണം ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് ISROയുടെ ഈ ചരിത്ര വിജയം നമുക്ക് തരുന്നത്. പക്ഷേ ഇന്ത്യയുടെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഇനിയും നമുക്ക് വളരെയേറെ മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ കാണേണ്ടതുണ്ട്. യെസ്, ഡോക്ടർ നമ്പിനാരായണനെ പോലെയുള്ളവർ ലെറ്റ് അതേഴ്സ് ടേക്ക് ദ ലീഡ് എന്ന് പറയുമ്പോൾ ഒട്ടത്ഭുതത്തോടെ അത് കേൾക്കാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ ഇന്ത്യക്ക് അലസമായിരിക്കേണ്ട ഒരു സാങ്കേതിക മികവിലേക്ക് നമ്മളുടെ രാജ്യം എത്തപ്പെട്ടിട്ടുണ്ടോ ഡോക്ടർ നമ്പിനാരായണൻ? Veena, let me make my position very clear. ഫണ്ടമെൻ്റൽ റിസർച്ച് വേണ്ട എന്നോ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല അല്ലെങ്കിൽ മനസ്സിലാക്കണ്ട എന്നോ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഈസ് എ കോംപ്രമൈസ്ഡ് സൊല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, എ ഫ്രണ്ട് ഓഫ് മൈൻ സെഡ് അവർ നെയിം ഈസ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നുള്ള ഒരു വാക്ക്. I have worked in ISRO for 36 years. It's not a small time. എന്താ റിസർച്ച് നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ട്, ആ റിസർച്ചിൻ്റെ ഫലം നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എന്നെ പഠിപ്പിച്ചാൽ കൊള്ളാം. എനിക്ക് പറയാനുള്ളത്, let us not play with words. We in India are obliged to meet the requirements of the common man. ടുഡേ നമ്മൾ ഇന്ന് ഒരു ടെലിവിഷന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്സും, കമ്മ്യൂണിക്കേഷന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്സും, വെതർ പ്രഡിക്ഷൻസിന് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുള്ള സാറ്റലൈറ്റ്സും, അതുപോലത്തെ ഡിഫൻസ് സാറ്റലൈറ്റ്സും, ഇത് മാത്രമാണ് ഞങ്ങൾ നിലം പിടിച്ച് നിൽക്കാനുള്ള കാര്യങ്ങൾ. അതല്ലാണ്ട് ഐ ആം ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മാറ്റർ, അതിനകത്ത് കുറച്ചുകൂടെ ഞങ്ങൾ റിസർച്ച് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കാം. നല്ലതാണ്, കേൾക്കാൻ സുഖമാണ്. പക്ഷേ അത് ശരിയാവില്ല. It won't. What I am saying is, let us do it if we have enough funds, enough money. പക്ഷേ ഫണ്ടമെൻ്റലായിട്ട് മറ്റേ എൻ്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞു, ബുദ്ധിയായിട്ട് നമ്മൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ഞാനും പറയുന്നത്. വാട്ട് ഐ എം ട്രൈങ് ടു സേ, നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക്
നമ്മുടെ റിക്വയർമെൻറ്റ്സും നമ്മുടെ കൺട്രിയുടെ റിക്വയർമെൻറ്റ്സും കണ്ടിട്ട് വി ഹാവ് ടു സ്പെൻഡ് ഇറ്റ് മീനിങ് ഇതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, വി വിൽ ബി സെർട്ടൻലി ഗാർലൻഡഡ്. നമുക്ക് ചിലപ്പം പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മരത്ന, ഭാരതരത്ന ഇതെല്ലാം കിട്ടുമായിരിക്കും. സത്യത്തിൽ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് അവാർഡും റിവാർഡും അല്ല. സപ്പോസ് ഇഫ് ഐ ബ്രിങ് ഇൻ ടുമാറോ ട്രിവാൻഡ്രം സിറ്റിയുടെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ മാനേജ് ചെയ്ത് തീർക്കാനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ എന്നെ ഗാർലൻഡ് ചെയ്യും എല്ലാവരും. അതാണ് കോമൺ മാൻ്റെ റിക്വയർമെൻറ്റ്. ഇൻ ദ സ്പേസ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ മീറ്റിംഗ് ദ റിക്വയർമെൻറ്റ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ, സെൽഫോൺസ്, ഇതുപോലത്തെ കാര്യങ്ങൾ. ഔട്ടർ സ്പേസിൻ്റെ കാര്യം നമുക്കൊരു ലക്ഷറിയാണ്. ആ ലക്ഷറി വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ലക്ഷറിയുടെ ടോട്ടൽ ടെക്നോളജി ഒരു 10ഓ 20ഓ നമുക്ക് ലിസ്റ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് കഴിയുന്നതും ബുദ്ധിയായിട്ട് അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. നാളെ മംഗല്യാണ് ഞാനാണെങ്കിൽ ഇഫ് ഐ ഹാവ് എ സേ, ഞാൻ എങ്ങനെ ഉപയോഗിക്കുമെന്ന് പറയാം. ഞാൻ പറയും എനിക്ക് മംഗല്യം വരെ റീച്ച് ചെയ്യാനുള്ള ബുദ്ധിയും കാര്യങ്ങളും ഉണ്ട്. സോ ഐ വിൽ ബി എ പാർട്ട്ണർ ഇൻ ദ കൊലാബറേഷൻ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാനുള്ള ഒരു സ്ഥലം നേടാനായിട്ട് നോക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ഔട്ട്സൈഡ് ദ മാർസിന് എന്തുകൊണ്ട്, മാർസിന് അങ്ങനെ ചൊരണ്ടിയാൽ കിട്ടാൻ പോകുന്നതിൻ്റെ കാര്യം എന്താണ്ട്, മീത്തേൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാം. ദാറ്റ് ഈസ് സ്റ്റിൽ മറ്റേ ഇത് പറയാൻ ചേവൽ കോഴി കൂവുന്നത് വരെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ അതിനൊന്നും ഞാനില്ല. എനിക്ക് തോന്നിയത് ഇതാണ്. മൈ ഫീലിംഗ് ഈസ് ദാറ്റ് വി മസ്റ്റ് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ കോമൺ മാൻ വിത്ത് എ ഫണ്ടമെൻ്റൽ മണി അവൈലബിൾ വിത്ത് അസ്. ബാക്കിയുള്ള കാര്യം വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക് മീ. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫണ്ട്, ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ടൈം. വി ഹാവ് ദ ബുദ്ധിയുണ്ട്, ചെയ്യാനുള്ള കളിയുണ്ട്. പൈസ ചെലവഴിക്കുമ്പോൾ ഓരോ പൈസയ്ക്കും നമ്മുടെ അക്കൗണ്ട് പറയണം ഈ കോമൺ മാനിന്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഐ എം നോട്ട് ഡിസ്റെസ്പെക്ടിങ് എനിബഡി. ഇറ്റ് ഈസ് ഗുഡ്. ബട്ട് ദർ ആർ ടൈംസ് അവിടെ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് വീണ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫണ്ടമെൻ്റൽ സയൻസ് ഉണ്ടല്ലോ, ഇതിൽ വർക്ക് ചെയ്യുന്നവരും ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് സയൻസിൽ വർക്ക് ചെയ്യുന്നവരും നമ്മൾ എപ്പോഴും ക്ലാഷ് വരും. ഇപ്പം നമ്മൾ കാണുന്ന ക്ലാഷ് അതാണ്. പക്ഷേ ഇറ്റ് ഈസ് ഓക്കെ, ലെറ്റ് us ഫേസ് ഇറ്റ്. സത്യത്തിൽ രണ്ടിനുമുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ രണ്ടും ചെയ്യാം. പക്ഷേ ഒരു കാര്യം മറക്കരുത്, when we talk about outside, that is interplanetary travel, നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, somebody should say what is the ultimate goal, what is the ultimate aim. എനിക്കിപ്പോൾ പറയാൻ കഴിയുന്നില്ല, എന്നാൽ അവിടെ ഇരുന്നാൽ മതി. ഇതാണ് എൻ്റെ പോയിന്റ്. ആശയ അടിത്തറ വ്യക്തമാണ്. ഡോക്ടർ രാജഗോപാൽ കമ്മ ചർച്ചയുടെ അവസാന നിമിഷങ്ങളിൽ എത്തിച്ചേർന്നതുകൊണ്ടുകൂടി ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം, ഈ ഫണ്ടമെൻ്റൽ സയൻസും ഇതിൻ്റെ ആപ്ലിക്കേഷനും ഇത് രണ്ടും പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർ തമ്മിലോ ആളുകൾ തമ്മിലോ ക്ലാഷസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ പ്രൊഫസർ ശ്രീധരനൊക്കെ പറയുന്ന ഒരു കാര്യം, ഈ ശുദ്ധശാസ്ത്രത്തിന് കൂടി ഉണർവുണ്ടാകണം. അത്തരത്തിലുള്ളൊരു ഉത്തേജനം ഈ മോമിൻ്റെ ചൊവ്വ ദൗത്യത്തിലെ ഈ വിജയകരമായ ഈ അവസ്ഥ അത് രാജ്യത്തിനാകെ സമ്മാനിക്കുന്നുണ്ടോ ഡോക്ടർ കമ്മത്ത്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ശാസ്ത്രത്തിലെ അറിവുകൾ പണ്ട് നേടിയിരുന്നത് സൈദ്ധാന്തികമായ ചിന്തകളിലൂടെയാണ്. അതിനുശേഷമാണ് നിരീക്ഷണങ്ങളിലൂടെ ശാസ്ത്രീയമായ അറിവ് കൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിയിൽ നിന്നാണ് നമുക്ക് ശാസ്ത്രത്തിലെ അറിവ് ലഭിക്കുന്നത്. നമ്മുടെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ നമുക്കൊരു 400 കോടി രൂപ ചിലവായിട്ടുണ്ട് അതിനുവേണ്ടി. ഇപ്പോൾ തേനിയിൽ വരാൻ പോകുന്ന ന്യൂട്ടൺ ഒബ്സർവേറ്ററി 1000 കോടി രൂപയാണ് മിനിമം ചിലവ്. അതിൽ കൂടുതൽ ചിലവാകും അവിടെ. അതൊക്കെ ഫണ്ടമെൻ്റൽ സയൻസിനുള്ള വികാസത്തിനുള്ള നമ്മൾ ചിലവാക്കുന്ന പണമാണ്. അനേകം കോടി രൂപ UGCയുടെ കയ്യിൽ ചിലവാക്കപ്പെടാതെ ഇരിപ്പുണ്ട്. പ്രൊപ്പോസൽസ് ഇല്ല. എന്ത് പ്രൊപ്പോസൽസ് എന്നുള്ളത് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ സമൂഹം. സർവകലാശാലകളിലെ ശാസ്ത്രജ്ഞരും എല്ലാം അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഫണ്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രയാൻ്റെ മൂൺ മിനറോളജി മാപ്പറിൻ്റെ ആ ഫലം മറ്റു സ്പേസ് ഏജൻസികൾ കൊണ്ടുപോകുന്ന കൈയും കെട്ടി നമുക്ക് നോക്കി നിൽക്കേണ്ടി വന്നത്. പിന്നെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലും ഇന്ത്യയിലൊക്കെ ചർച്ച വന്നുകൊണ്ടാണ് അതിൻ്റെ ക്രെഡിറ്റ് ഭാഗിച്ചു കൊടുത്തത്. അതൊരു വല്ലാത്തൊരു നാണക്കേടായിപ്പോയി. കാരണം നമ്മുടെ ഒരു ചന്ദ്രയാൻ്റെ ഫൈൻഡ് അനൗൺസ് ചെയ്തത് നാസയിൽ വെച്ചിട്ടാണ്. അത് ഇവിടെ ചോദിച്ചുകൊണ്ട് മാത്രമാണ് അതിൻ്റെ 2 ശാസ്ത്രജ്ഞരെ അതിനകത്ത് ഉൾപ്പെടുത്തിയത്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? നമുക്ക് റിസർച്ചിൻ്റെ ഫലങ്ങൾ നമുക്ക് വേണ്ടേ? മറ്റുള്ളവർ ലീഡ് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിയിരുന്നാൽ മതിയോ? അത് പോരാ. തീർച്ചയായിട്ടും നമുക്ക് ഫണ്ടുണ്ട്, ചിലവാക്കപ്പെടാതെ കോടികളുടെ ഫണ്ടുണ്ട് UGCയുടെ കയ്യിലും മറ്റുമൊക്കെ. ശരിക്കും ആ ഫണ്ട് വിനിയോഗിക്കണം.
ആ ഫണ്ട് വിനിയോഗിച്ച് അടിസ്ഥാന ശാസ്ത്രത്തിൽ വികാസം വരുത്തണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ മാർസ് ഓർബിറ്റർ മിഷനിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ സർവകലാശാലകളിൽ ശാസ്ത്ര പ്രബന്ധങ്ങളായിട്ട് പുറത്തു വരണം. അതിന് നമ്മുടെ ശാസ്ത്ര ഗവേഷകർ മുന്നോട്ട് വരണം. എന്നാൽ മാത്രമേ ഇവിടെ അടിസ്ഥാന ശാസ്ത്രം വികസിക്കുകയുള്ളൂ. ഒരു ജോലിക്കായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മറ്റ് ധനസമാഹരണത്തിനായിട്ടോ അല്ല ശാസ്ത്രത്തിലേക്ക് നമ്മൾ മുന്നേറേണ്ടത്. ശരിക്കും ശാസ്ത്രത്തിൽ താല്പര്യം കൊണ്ടുവന്ന് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ വികാസത്തിനായിട്ട് മുന്നോട്ട് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ പ്രമുഖ ശാസ്ത്രജ്ഞരുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം. അവരൊന്നും ധനസമാഹരണത്തിനായിട്ടോ അല്ലെങ്കിൽ ജീവിതം തന്നെ മാറ്റിവെച്ചവരാണ്. ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റൈൻ, ഇപ്പോൾ സ്റ്റീവൻ ഹോക്കിംഗ് തുടങ്ങിയ ആളുകളൊക്കെ അവരൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞർ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാകണം. നോബൽ പ്രൈസ് എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ വരുന്നില്ല? ഇന്ത്യൻ ഗവേഷകർ പുറത്തു പോയി ഗവേഷണം ചെയ്തിട്ടാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇന്ത്യയിൽ എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ഗവേഷണം വരുന്നില്ല? തീർച്ചയായിട്ടും ഫണ്ടുണ്ട്, അത് ചെലവാക്കണം, അതിനുവേണ്ടിയുള്ള പ്രപ്പോസൽസ് വേണം തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ ഇവിടെ അടിസ്ഥാന ശാസ്ത്രം വികസിക്കുകയുള്ളൂ. അതിനുള്ള എല്ലാ കഴിവുകളും നമ്മുടെ ഇന്ത്യക്കാർക്കുണ്ട്. അത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം. ഈ മാർസ് ഓർബിറ്റർ മിഷൻ്റെ വിവരങ്ങൾ ഇന്ത്യൻ സർവകലാശാലകൾ ശാസ്ത്രീയമായ അപഗ്രഥനത്തിന് വിധേയമാക്കി ശാസ്ത്ര പ്രബന്ധങ്ങളാക്കി അവതരിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രൊഫസർ ശ്രീധരൻ, ഡോക്ടർ കാമത്ത് പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? താങ്കളുടെ വാക്കുകളുടെ ചർച്ച അവസാനിപ്പിക്കാം. പ്രൊഫസർ ശ്രീധരൻ. തീർച്ചയായിട്ടും നമുക്ക് ഫണ്ടമെൻ്റൽ റിസർച്ചിന് നമ്മൾ അടിസ്ഥാനപരമായി തന്നെ അതിനെ മുൻഗണന നൽകേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും നൽകണം. ഫണ്ടമെൻ്റൽ സയൻസിന് അടിസ്ഥാന മുൻഗണന നൽകിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവുകയുള്ളൂ. അത് പ്രധാനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റൽ സയൻസിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള പരിധിയും പരാതി നമുക്കുള്ളപ്പോൾ തന്നെ, ആ പരിമിതി ഉള്ളപ്പോൾ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള സാങ്കേതിക വൈദഗ്ധ്യം, അതിന് വേണ്ടിയിട്ടുള്ള നാടിന് ചേർന്നിട്ടുള്ള സാങ്കേതിക വിദ്യയും ഉണ്ടാവേണ്ടതുണ്ട്. അതിന് എത്രമാത്രം ഈ സ്പേസ് റിസർച്ച് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് നോക്കേണ്ടത് നമ്മൾ. കാരണം ഇതുകൊണ്ട് കഴിയില്ല എന്ന് പറയാൻ പാടില്ല. അങ്ങനെയല്ല ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്പേസ് എക്സ്പ്ലോറേഷനിലുണ്ടായിട്ടുള്ള ഈ വിവരങ്ങൾ എങ്ങനെ നമ്മുടെ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനും കൂടി സാധിക്കും എന്ന രീതിയിൽ അത്തരത്തിലുള്ളൊരു ഗവേഷണപരമായ ഒരു ചിന്ത അത്തരം ഇതും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ ഈ ദൗത്യം മംഗളയാത്വം പൂർണ്ണമായി വിജയിച്ചു എന്ന് നമുക്ക് ഉറപ്പാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ കൺമുൻപിൽ ചൊവ്വ ഇനി എന്ത് വിശകലന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വളരെ നന്ദി ഡോക്ടർ നമ്പി നാരായണൻ, നന്ദി ഡോക്ടർ രാജഗോപാൽ കാമത്ത്, നന്ദി പ്രൊഫസർ ശ്രീധരൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.